Let's go. So Eagle X Excellent is Rampage GTA 5 PvP tournament in day 3 and group E-യുടെ ഫസ്റ്റ് മാച്ച് ആണ് ഇന്നത്തെ. നമുക്ക് നോക്കാം ആർക്കൊക്കെ ആയിരിക്കും. വെയിറ്റ് പറയാൻ പറ്റത്തില്ല ബ്രോ. അങ്ങനെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യും. ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ലേ? 9:30 സ്റ്റാർട്ട് ചെയ്യാന്ന് ഓൾറെഡി എല്ലാ പ്ലേയേഴ്സിനും അറിയിച്ചിട്ട് 9:46 വരെ വെയിറ്റ് ചെയ്തു. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ സോറി. ഇനി F12 അടിക്ക്. ഗോകും F12 അടിക്ക്. അയ്യോ F12. പാക്കുവിന്റെ ഫ്രീ ക്യാമ്പ്. ഓക്കേ. ഇത് വന്നിട്ടില്ലല്ലോ. എന്നെ ഞെക്കി പോലെ എന്നെ പേര് ഗോകു F8 TX അടിച്ചിട്ട് മറ്റേ ഇത് ഓൺ ആക്കിടോ. ടൂഗിൾ പ്ലെയർ ഐഡി എന്നുള്ള വേണ്ട. ടോഗിൾ പ്ലെയർ ഐഡി. ഓക്കേ, ഓൾ ഗുഡ്. സോ ഹിയർ വി ഗോ ഗൈസ്, ഹിയർ വി ഗോ. സോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ടാവും. ഇത് ഇന്നലത്തെ പോലെ ആയിരിക്കത്തില്ല. പാക്കു താഴോട്ട് പോയില്ലല്ലേ? മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് തന്നെ ഈ പറയണത് പോലെ കില്ലും എത്ര സ്കോട്ട്സ് എത്ര കില്ല് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് തന്നെ ഇവിടെ നിന്ന് കാണിക്കാനും നിങ്ങളെ കാണിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഓൾ ഗുഡ്. ഇതാവുമ്പോ നമുക്ക് ക്വാളിറ്റിയും കിട്ടും, എല്ലാം കിട്ടും. ഇന്ന് ഗ്രൂപ്പ് ഇയുടെ ഫസ്റ്റ് മാച്ചാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്ന് ആരൊക്കെ എവിടെയൊക്കെ ഫൈറ്റ് എടുക്കും, ആരൊക്കെ വൈപ്പ് ചെയ്യും, എന്തൊക്കെ കില്ലെടുക്കും, ആര് ഡോമിനേറ്റ് ചെയ്യും നമ്മൾ കണ്ടറിയാം. സോ ലെറ്റ്സ് ഗോ. എല്ലാരും പോപ്കോണൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരുന്ന് കഴിച്ചോണ്ടിരുന്ന് കണ്ടോ. ഇന്ന് കിടക്കാച്ച ഒരു മാച്ച് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് ഗോ. സോ എല്ലാ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള കുറെ ഗ്യാങ്ങുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ദിവസമാണ്. സോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്യാങ്ങിനെ ഹെൽത്തി ആയിട്ട് ചാറ്റിൽ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും ചീത്തവിളിയും ഇവിടെ എൻകറേജ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം. സോ ഹിയർ വി ഗോ. നമുക്ക് എവിടെയെങ്കിലും ഫസ്റ്റ് ഫൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ DLX അവിടെ ഗൺ എടുക്കുന്നു. ഇവിടെ TVA. അവിടെ TVA വേഴ്സസ് BL കില്ലു. TVA അവിടെ നിന്ന് ഒരു ഫസ്റ്റ് പുഷ് എടുക്കുന്നു വരുന്നുണ്ട്. BL കില്ലു അവിടെ കിട്ടില്ല. TVയുടെ സൈഡിൽ നിന്ന് ആദ്യത്തെ പിക്ക് വില്ലു പ്രൊഫസർ. വില്ലു സെക്യൂറിംഗ് ദ ഫസ്റ്റ് കിൽ. BLനെ അവിടെ ഫസ്റ്റ് കില്ല് TVA അവിടെ സെക്യൂർ ചെയ്തത്. ഗ്രൂപ്പ് ഇയിലെ ആഘോഷം ഇവിടെ തുടങ്ങുകയാണ്. ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നു. TVA പൊട്ടിച്ചിരിക്കുന്നു ആദ്യത്തെ വെടി. BLനെ പുഷ് ചെയ്ത് പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. BLന്റെ മൈക്ക് ഇവിടെ ലൂട്ട് എടുത്തോണ്ടിരിക്കുന്നു. നോക്കുവാണെങ്കിൽ ആദ്യത്തെ ചോര നമ്മുടെ TV തന്നെ ഇവിടെ തുറക്കപ്പെട്ടു. അത് നോക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഐഡിയൽ ട്രാക്ക് KSG നോക്ക് ചെയ്തു, ഫിനിഷ് ചെയ്തിരിക്കുന്നു. അവിടെയും രണ്ട് സ്ഥലത്തും എനിക്കൊന്ന് ലേറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് വീണവരാണ് തോന്നുന്നു. ലൂട്ടിലാണ്ട് ഡെഡ് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ BVക്ക് സിൽവർ, BB സ്പാർക്കിനെടുക്കുന്നുണ്ട്, കുട്ടനെടുക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ വില്ലുവിന്റെ അടുത്തൊരു പിക്ക്. വില്ലു അടുത്ത് അവിടെ BL മൈക്ക് ഇൻസ്റ്റന്റ് നോക്കാക്കി ഫിനിഷ് ചെയ്ത് കളയുന്നു. ഇറ്റാച്ചി അവിടെ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. അവർ തിരിച്ച് അവരുടെ പൊസിഷനിൽ തന്നെ പോകാനാണെന്ന് തോന്നുന്നു. ആൻഡ് വില്ലു സെക്യൂറിംഗ് സെക്കൻഡ് കിൽ ഫോർ TVA. അവിടെ TVA 2 കില്ലും ഇറ്റാലിയ 1 കില്ലുമാണ് കറന്റ്ലി ഇപ്പോൾ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ റീഫ്രഷ് ആയിട്ടില്ല കറന്റ്ലി. അവിടെ ഇറ്റാലിയ വേഴ്സസ് UK മാസ്റ്റർ നൂബിനെ അവിടെ ഇറ്റാലിയ സ്പോട്ട് ചെയ്യുന്നു. UK മാസ്റ്റർ കാണുന്നില്ല, ഓടുന്നു, ഇല്ല, അടിക്കുന്നു. നമ്മൾ ITL വിട്ടുകൊടുക്കുന്നില്ലെന്ന് പറഞ്ഞോണ്ട് UK മാസ്റ്റർ ഞാൻ തിരിഞ്ഞു നോക്കുള്ളൂടാ, നീയൊക്കെ എത്ര അടിച്ചാലും ഞാൻ ഓടോടാ, എന്റെ ഒരു പ്ലാൻ ഉണ്ടോ, അവിടെ പോയിരിക്കും ഞാൻ എന്ന് പറഞ്ഞോണ്ട് UK മാസ്റ്റർ ഓട്ടം നൃത്തത്തില്ല, നീയൊക്കെ എന്തടിച്ചാലും എന്റെ ഹെൽത്ത് ഉണ്ടോ, ഇനിയും അടിച്ചോണ്ടിരിക്കോടാ, നീയൊക്കെ അടി, നിന്റെയൊക്കെ ബുള്ളറ്റ് തീർത്തിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് UKയിലെ നമ്മുടെ മാസ്റ്റർ നൂബ് കേരളം വിട്ട് UKയിലോട്ട് പോകാനാണ് തോന്നുന്നു. അവന്റെ ഓട്ടം കണ്ടാലേ അറിയാം, നല്ലൊരു ഓട്ടം, മാരത്തോൺ റണ്ണാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ITLനെ എല്ലാ പ്ലേയേഴ്സിനെ ഓടിച്ചോണ്ടിരിക്കുന്നു UK മാസ്റ്റർ. പക്ഷേ ഒടുവിൽ അവിടെ ഇറ്റാലിയ ത്രാഗിന്റെ ഗണ്ണിന്റെ മുമ്പിൽ ഗീവ് അപ്പ് ചെയ്യേണ്ടി വരുന്നു നമ്മുടെ UKക്ക്. ഇറ്റാലിയ വേഴ്സസ് UK ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കറന്റ്ലി പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ തലവിട്ട് മധുലോകൻ 2 kills, BVക്ക് 1 ആൻഡ് ഇറ്റാലിയക്ക് 2 കില്ല് അവിടെ സെക്യൂർ ആയിട്ടുണ്ട്. പക്ഷെ അത് അപ്ഡേറ്റ് ആവാനുള്ള ടൈം എടുക്കും. സോ നമുക്ക് നോക്കാം. ആൻഡ് അവിടെ BL അവിടെ TVക്കെതിരെയാണോ? അല്ല, KSDക്കാണ്. KSD BLന്റെ ബാക്കി ടീമുകളെല്ലാം ഇവിടെ ഉണ്ട്. BLന്റെ 2 പ്ലേയേഴ്സ് ഷഫിൾഡ് ആയി പല സ്ഥലത്തായിരുന്നു ഇറങ്ങിയത്. ആൻഡ് ഇവിടെ KSDയും UK ഇറ്റാലിയൻ തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അസൻസിയോ ആണല്ലേ? UK വേഴ്സസ് ഇറ്റാലിയ അവിടെ ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടുണ്ട്.
സോ UK വേഴ്സസ് ഇറ്റാലിയ. ആൻഡ് UK മൊത്തം സൈഡിൽ നിന്നും ഇറ്റാലിയ വളഞ്ഞിട്ടുണ്ട്. ബാക്കിക്ക് ഇറങ്ങിയതാ. എല്ലാ സൈഡിൽ നിന്നും ഇറ്റാലിയ വളഞ്ഞിട്ടുണ്ട്. ഓ UK അവിടെ ഇറ്റാലിയ ഡെത്തിനെ നോക്കാക്കുന്നു. UK അവിടെ ഇറ്റാലിയ ഡെത്തിനെ നോക്കാക്കുന്നു അവിടെ. ഓ അടുത്തൊരു നോക്ക്. UKയുടെ സൈഡിൽ നിന്ന് 3 നോക്ക് ഇട്ടിട്ടുണ്ട്. ഇറ്റാലിയയിലെ 3 പ്ലേയേഴ്സ് നോക്ക്. ഇറ്റാലിയയിലെ അടുത്ത പ്ലെയർ നോക്ക്. UKയുടെ സൈഡിൽ നിന്ന് UK അടുത്തൊരു നോക്ക് ഇറ്റാലിയൻ പ്ലേയേഴ്സിന്. ഇറ്റാലിയയിൽ ഒരു പ്ലെയർ മാത്രം, 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഇറ്റാലിയയിൽ ഒരു പ്ലെയർ മാത്രം ബാക്കി. ഇറ്റാലിയ അടിച്ച് വായ്പ പറയില്ല. ഒരു പ്ലെയർ ബാക്കിയുണ്ട്. ഇറ്റാലിയക്ക് ഷുക്കൂർ മാത്രം ബാക്കി. ഷുക്കൂർ മാത്രം ഇറ്റാലിയക്ക് ബാക്കി. UK വേഴ്സസ് ഇറ്റാലിയ ഇവിടെ അടിച്ച് പോച്ചയായി മാറിയിരിക്കുന്നു, മരമായി മാറിയിരിക്കുന്നു. ഷുക്കൂർ ഒരു മരമായി മാറിയിരിക്കുന്നു. ഷുക്കൂറിനെ അവിടെ സ്പോട്ട് ചെയ്തു. വെറുതെ വെടിവെച്ച് നോക്കിയിട്ട് പോയതാണ്. ഷുക്കൂർ ആ ബെയ്റ്റിൽ വീണു. ഷുക്കൂർ വേഴ്സസ് UK. ഒറ്റയ്ക്ക് ഇന്ന് ഷുക്കൂറിനെ അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഷുക്കൂർ നല്ലവനാ. നോക്ക്. ഇവിടെ ഗ്രൂപ്പ് ഇ ആദ്യം എലിമിനേറ്റ് ആവുന്ന ടീം ഇറ്റാലിയ ആദ്യം എലിമിനേറ്റ് ആയ ടീമായിട്ട് മാറിയിരിക്കുന്നു. ഇറ്റാലിയ അവിടെ UK DLX കറക്റ്റ് സമയത്ത് RZ7X DLX കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി അടിക്കുന്നു. ഒരു ടൈംലി തേർഡ് പാർട്ടി ബൈ DLX ഒരു നോക്കിടുന്നു, 2 നോക്കിടുന്നു. നോക്കുകയാണെങ്കിൽ അടുത്തൊരു പിക്ക് നമ്മളെ റൂഡ് പിക്ക് എടുക്കുന്നു. അടുത്ത DLX പിക്ക് എടുക്കുന്നു. എല്ലാരും പിക്ക് എടുത്ത് ഓക്കെ 2 പേരും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ UKയുടെ ഇത് പറ്റുമോ എന്ന് അറിയത്തില്ല. UK എന്തായാലും നല്ലപോലെ പണി പാടിയിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് എടുത്തപ്പോൾ തന്നെ കറക്റ്റിന് DLX തേർഡ് പാർട്ടി ആയിട്ട് എത്തിയിട്ടുണ്ട്. കുറിപ്പിന് എണ്ണി എല്ലാവരും ജോഷോ അടിക്കുന്നുണ്ട്. ഗ്രീസ്മാൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ 1 man ആണ് ബാക്കി. നമ്മുടെ മിസ്റ്റർ ടോക്സിക്കിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. നോക്കുകയാണെങ്കിൽ എല്ലാവരും പല സൈഡിൽ നിന്ന് വന്ന് അടിക്കുവാണ്. എന്തായാലും UKയുടെ കാര്യത്തിൽ തീരുമാനം UKയിലോട്ട് തിരിച്ചു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ ആണെങ്കിൽ So here we go. ഇവിടെ DLX ഇവിടെ കറക്റ്റ് സമയത്ത് അവർ ടൈംലി ആയിട്ട് തേർഡ് പാർട്ടി വന്ന് നല്ലൊരു സ്കോഡ് വൈപ്പ് ചെയ്തിട്ടുണ്ട് DLXന്റെ സൈഡിൽ നിന്ന്. DLXും അവിടെ. സോ കിൽ അപ്ഡേറ്റ് ഇപ്പം വരുന്നതായിരിക്കും, നമുക്ക് നോക്കി നോക്കാം. UK നോക്കുകയാണെങ്കിൽ കറന്റ്ലി BL versus KSD. കാസർഗോഡ് versus BL ആണ് ഇവിടെ നടക്കുന്നത്. നോക്കുകയാണെങ്കിൽ KSTയിലെ ഒരു പയ്യൻ അവൻ മാത്രമായിട്ട് എല്ലാവരും കിട്ടി വളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് KSTയുടെ സപ്പോർട്ട് ടീംമേറ്റ്സ് സപ്പോർട്ടിനായിട്ട് വരും. നോക്കണേ മോൺസൺ അടിക്കുന്നത്. മോൺസൺ അടിച്ചാണ് റെഡ് ബുൾ ആണോ നമുക്ക് കണ്ടറിയാം. നമുക്കിടയ്ക്ക് KSTയുടെ വില്ലു അവിടെ PVQ സ്റ്റാലിനെക്സിനെ നോക്കാക്കി ഫിനിഷ് ചെയ്തു. വില്ലു 3ാമത്തെ കില്ലും സെക്യൂർ ചെയ്തിരിക്കുന്നു TVക്ക് വേണ്ടിയിട്ട്. വില്ലു ഒരു കില്ലും ബാക്കിയുള്ളവർക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് വില്ലു മോൻ TVക്ക് വേണ്ടി 3 കിൽസ് കറന്റ്ലി ഇത് പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ UK 9 കില്ലായിട്ട് സ്റ്റിൽ ടോപ്പിലുണ്ട്. പക്ഷെ അവർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ RZ7X DLX വിത്ത് 7 കില്ലാണ്. ഇറ്റാലിയ 3 കില്ലായിട്ട് തൊട്ട് പുറകിലുണ്ടായിരുന്നു. പക്ഷെ അവരും വൈപ്പായി. തലയിട്ട് മതലോകം തൊട്ട് താഴെ 3 കില്ലായിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം BVQ ബാക്കി കാസറോഡ്സ് ബക്കയാണ് താഴോട്ട് വരുന്നത്. ബാക്കി കില്ലുകളൊക്കെ അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്ഡേറ്റ് ആയോ? സോ കറന്റ്ലി നോക്കുകയാണെങ്കിൽ Unknown with 9, RZ7 with 7, തലവിട്ട് മുതലൊക്കെ with 3, ഇറ്റാലിയ with 3 and BVQ with 1 ആണ് കറന്റ്ലി ഉള്ള പോയിന്റ് ടേബിൾ. ടിവിയുടെ 3 കില്ലും വില്ലുമോൻ തന്നെയാണ് TVക്ക് വേണ്ടി സെക്യൂർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു എൻട്രി ഫ്രാഗർ റോളാണെന്ന് തോന്നുന്നു വില്ലുമോൻ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് TVയെ റൊട്ടേറ്റിംഗ് ടു എ സേഫ് പൊസിഷൻ അവർ സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 8 ടീമും 70 പ്ലേയേഴ്സുമാണ് കറന്റ്ലി നിലവിലുള്ളത്. നമുക്ക് നോക്കാം. മാപ്പ് കാണിച്ചോട്ടെ, ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ആവുന്ന മാപ്പ് കാണിക്കാനാണ് ശീലായിപ്പോഴേ. സോ കറന്റ്ലി നമ്മുടെ മാപ്പ് ഇതാ ഇങ്ങനെയാണ്. ഇവിടെ ടിവിയുടെ അടുത്ത് വേറെ പ്ലേയേഴ്സ് ഒന്നും വരാൻ അങ്ങനെ ചാൻസ് ഇല്ല. BVQ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് കറന്റ്ലി ബ്ലഡ് ലൈൻ ആണ് സെന്റർ ഓഫ് ദ സോൺ നമുക്കൊരു പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ ബക്ക ഇവിടെയുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ്സ് ആണ്. ബാക്കി ടീമുകളൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. DLX ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ബാക്കി ടീമുകളൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എല്ലാവരും സേഫ് പൊസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. സോ എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. സോ നോക്കണമെങ്കിൽ എല്ലാവരും ഒരു പൊസിഷനൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് തോന്നുന്നു. TV എല്ലാവരും ഒരു ഏരിയയിലോട്ട് നിൽക്കുന്നുണ്ട്.
സോ നോക്കണമെങ്കിൽ ഓപ്പണിൽ ആരൊക്കെ വരുന്നുണ്ട്? KST എല്ലാവരും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഏരിയയിലായിട്ട്. മിക്കവാറും ഈ 2 ദിവസത്തെ ടൂർണമെന്റ് കണ്ടിട്ട് ഇവർക്കൊക്കെ ഒരു ഐഡിയാസ് കാണും. നമുക്ക് ഇന്ന സ്ഥലത്ത് പിടിക്കാം, ഇന്ന സ്ഥലത്ത് ഒരിക്കലും നല്ല അഡ്വാൻറ്റേജ്, ഇന്ന സ്ഥലം ഒരിക്കലും നല്ല അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ഇപ്പോഴേ ആൾക്കാരൊക്കെ നല്ലപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ടീംസ്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് ഗോകു. സോൺ ഷിഫ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി വീണ്ടും ചേഞ്ച് ആക്കിയിരിക്കുന്നു ഇന്ന് തൊട്ട്. ആണല്ലേ? ഇന്നലെ അതെ, പുതിയ സോൺ ഷിഫ്റ്റ് ആണ്. നമുക്കപ്പം നോക്കാം എന്തായാലും പ്ലേയേഴ്സിന് അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവോ എന്ന് നോക്കാം. അത് വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളവരും ത്രൂ ഔട്ട് ദ മാച്ച് കണ്ടിട്ടുണ്ടാവും. DNA ഇങ്ങോട്ട് വരുന്നു, സോണിനകത്തോട്ട് എൻട്രി എടുക്കുന്നു. DNA ശരവണവൻ ബോയ്സ് KVയെ കുറച്ച് സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. നല്ലൊരു പൊസിഷനിൽ KV ഉണ്ട്. സോ KVയെ കറന്റ് അവിടെ ഹോൾഡ് ചെയ്താണ് കളിക്കുന്നത്. KVയെ കറന്റ് ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് നല്ലൊരു ആംഗിളിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. KVയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ KVയെ ഓക്കെ സെന്റർ ഓഫ് ദ സോൺ അല്ല, സൈഡിലായിട്ടാണ് KVയെ ഉള്ളത്. സോ ഈ ഒരു SBB സോ BVQ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. കറന്റ് ദ പോയിന്റ് ടേബിൾ ഈസ് ഇപ്പോഴും എലിമിനേറ്റ് ആയ UKയുടെ അത്രയും കില്ല് ആരും എടുത്തിട്ടില്ല. UKക്ക് തന്നെയാണ് 9 കില്ലുള്ളത്. DLX വിത്ത് 7 ആൻഡ് തലവെട്ടും വിത്ത് 3 ആണ് കറന്റ് ഉള്ള ടോപ്പ് കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് വേറെ എങ്ങും തന്നെ ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടില്ല. ഓക്കെ, TVയെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. TVയെ എനിക്ക് തോന്നുന്നു ടീമിന്റെ അടുത്തോട്ടാണ് ചെന്ന് കയറുന്നത് തോന്നുന്നു. ഓക്കെ, നമ്മുടെ BLന്റെ അടുത്തോട്ടാണ്. പക്ഷെ BLും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂട്ടിമുട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. TVA വേഴ്സസ് BL ഒരു ഫൈറ്റ് കമ്മിറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. TVA വേഴ്സസ് ബ്ലഡ് ലൈൻ. ആരെയും ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടോ? ഡിസ്കോഡ് ഇരിക്കുന്ന സൗണ്ട് കേൾക്കുന്ന കേട്ടോ. ഇവിടെ വോയിസിലേക്ക് ഉണ്ട്. ആരും മെറ്റടിച്ചോണ്ടിരിക്കുന്നത് ആരാണ്? സോ ഇവിടെ TVA വേഴ്സസ് BL. BLന്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് TVA കയറി വരുന്നു. TVA വേഴ്സസ് BL. നീലനാണ് ഫ്രണ്ടിൽ പൊക്കോണ്ടിരിക്കുന്നത്. ബ്ലഡ് ലൈൻ TVയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്പോട്ട് ചെയ്തു, അടി തുടങ്ങി. നീലനാണ് അടി തുടങ്ങിയത്. ബ്ലഡ് ലൈൻ അവിടെ സ്പോട്ട് ചെയ്തു. TVയെ കുറച്ച് അഗ്രസീവ് ആയിട്ട് കയറി കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. TVA വേഴ്സസ് ബ്ലഡ് ലൈൻ. BL വേഴ്സസ് TVA. നല്ലപോലെ ടാഗ് ഇടുന്നുണ്ട്. സ്നൈപ്പ് ഒക്കെ അടിക്കുന്ന നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജുക്രുവിന്റെ ഫസ്റ്റ് നീല കടൽ അവിടെ നോക്കിടുന്നു. ജുക്രു അവിടെ നോക്കിടുന്നു. അവിടെ നോക്കിടുന്നു. സാവേജ് അവിടെ നോക്കിടുന്നു. നീലൻ അടുത്ത് നോക്കിടുന്നു. 2 കില്ല് അവിടെ കൺഫേം ആവുന്നു. നീല കടൽ അടുത്ത് നോക്കിടുന്നു. ആൻഡ് വൈപ്പിംഗ് ഓഫ്. ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ TV അവിടെ BLനെ വൈപ്പ് ഓഫ് ചെയ്യുന്നു. TVA സെക്യൂറിംഗ് കിൽ പോയിന്റ്സ്. ഒരു ടീമിനെ അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ഓഫ് ആക്കി TVയെ. ആൻഡ് കില്ല് നോക്കുകയാണെങ്കിൽ തലയെവെട്ടും അധോലോകം വിത്ത് 10 കിൽസ്. 10 കില്ലോട് കൂടി തലയെവെട്ടും അധോലോകം പോയിന്റ് ടേബിളിൽ ടോപ്പായിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ UKയും അതുപോലെ തന്നെ RZ7 തൊട്ട് താഴെ തന്നെ ഉണ്ട്. 10 കില്ലും 7 കില്ലുമായിട്ട് 9 കില്ലും 7 കില്ലുമായിട്ട് ബാക്ക് ടു ബാക്ക് നല്ലൊരു കോമ്പറ്റീഷനിലുള്ള കളി. ആൻഡ് 7 ടീമുകൾ ബാക്കി 63 പ്ലേയേഴ്സ് ആണ് കറന്റ് അലൈവ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലാസ്റ്റ് സർക്കിളിൽ കൂട്ടയടിയായിരിക്കും അല്ലേ ഗോകു? അതെ, തലവെട്ടുന്നു. അതേപോലെ ആ ഒരു ഏരിയ നമ്മുടെ കാസർഗോഡിന്റെ ഏരിയ തന്നെ നോക്കണമെങ്കിൽ നല്ലപോലെ ടീംസ് ഈ ഒരു ഏരിയയിലുണ്ട്. TV തന്നെ തൊട്ടടുത്തുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ DLSും നമ്മുടെ KST ആയിട്ടുള്ള ഒരു ഫൈറ്റ് എടുക്കുവാണ്. ഈ ഫൈറ്റ് എങ്ങനെ പോകുന്നു നോക്കാം. മിക്കവാറും TV ഒരു തേർഡ് പാർട്ടി എടുക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലുണ്ട്. നോക്കുകയാണെങ്കിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. DLSിൽ ജോഷുമാർ ഒരു കില്ല്. KST2 അടുത്തൊരു പിക്ക് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. DLSന്റെ നല്ലൊരു ഹൈറ്റർ ചെറിയൊരു ഹൈറ്റർ വരുന്നുണ്ടെങ്കിലും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുക്കുന്നുണ്ട്. കുറുപ്പിടാനിന്റെ ഒരു അടുത്തൊരു പിക്ക്, ജോഷുവിന്റെ അടുത്തൊരു പിക്ക്, ഈ ID ക്യാഫ് ഡ്രീമിന്റെ ഒരു പിക്ക്. നോക്കുകയാണെങ്കിൽ നല്ലപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. DLXന്റെ ഒരു പവർഫുൾ ഡോമിനേഷൻ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ ഒരു KSTയുടെ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കി. എന്ത് കളിയാണ്! വില്ലുമോൻ അടുത്ത് നോക്കുന്നു. ജോഷു അവിടെ നോക്കുന്നു. വില്ലുമോൻ അവിടെ ഒരു റിവൈവ് ഇൻസ്റ്റന്റ്ലി അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. TVയുടെ വക എൻട്രി RZ7 അടുത്തേക്ക്. TVA വേഴ്സസ് RZ7. വില്ലു അവിടെ ഒരു ജോഷു കില്ല് കൺഫേം ആക്കുന്നു. സാവേജ് അടുത്ത് നോക്കുന്നു. സാവേജ് അവിടെ നോക്കുന്നു. ആൻഡ് അടുത്തത് നമുക്ക് നോക്കാം. സാവേജ് കില്ല് ഫിനിഷ് ചെയ്യുന്നു. ആ നീലൊരു നോക്കിടുന്നു. പ്രണവ് സേട്ടർ നോക്കിടുന്നു. ഡോർക്കിയെ ജുഗ്രു ഒരു നോക്കിടുന്നു. ഇറ്റാച്ചി ഒരു നോക്കിടുന്നു. TVA ഇറ്റാച്ചി അവിടെ DLX വേണം. കുറുപ്പിടാനി ഒരു സ്നൈപ്പിനെ നോക്കാക്കുന്നു. വില്ലോട് നോക്കുന്നു. കുറുപ്പിടാനി സ്നൈപ്പിനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. വില്ലോട് നോക്കിടുന്നു. നീല് ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. കുറുപ്പിടാനി മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. RZ7 ഒരു പ്ലെയർ മാത്രം വൈപ്പിംഗ് ഓഫ്.
RZ7 കംപ്ലീറ്റ്ലി വൈപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. ടിവിയുടെ വക ഒരു കിടിലൻ തേർഡ് പാർട്ടി, ടൈംലി തേർഡ് പാർട്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഡോർക്കി അവർക്ക് ഇല്ല, എല്ലാ പ്ലേസും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അല്ലേ വേണോ? 2, 4, 6, 8. സ്നൈപ്പിനെ ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞു. സ്നൈപ്പിനെ അവിടെ ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞു. ആൻഡ് ഹിയർ വി ഗോ. പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 20 കില്ലായിട്ട് തലവെട്ടും അധോലോകം. ഡോമിനേറ്റിംഗ് ദ ലോബി വിത്ത് 20 കിൽസ്. തൊട്ട് താഴെ DLX RZ7 DLX 16 കില്ലോട് കൂടി 18 പോയിന്റ്സ് അവര് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതെന്താ 16-18 എന്ന് കാണിക്കുന്നത്? അപ്ഡേറ്റ് ആയില്ലേ? ഓക്കെ, 16 കിൽസ് ആയിട്ട് അവര് ഈ ലോബിയിൽ നിന്ന് എലിമിനേറ്റ് ആയിട്ടുണ്ട്. എലിമിനേറ്റ് ആകുമ്പോൾ അവരുടെ പൊസിഷൻ വെച്ചിട്ട് പോയിന്റ് കയറും. ഓക്കെ. ടോട്ടൽ ഈ ഒരു മാച്ചിൽ നിന്ന് 18 പോയിന്റ് ആണ് DLX സെക്യൂർ ചെയ്തേക്കുന്നത്. RZ7X DLX. ആൻഡ് നമുക്ക് നോക്കാം, 9 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ടി വരും TVAക്കിന്. ആൻഡ് ഹിയർ വി ഗോ ദ ഫൈനൽ സർക്കിളിലോട്ട് നമ്മൾ പോകുന്ന നേരം 5 ടീമുകളായിരിക്കും, 44 പ്ലേയേഴ്സ് എലൈവ് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. നോക്കുകയാണെങ്കിൽ നമ്മൾ RC7ന്റെ ആ ഒരു ടീം നല്ലൊരു ഫൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഫൈറ്റിന്റെ അവർക്ക് എൻജോയ് ഉള്ള സമയം കിട്ടില്ല. കാരണം ആ ടൈം തന്നെ അപ്പൊ തന്നെ കറക്റ്റിന്. പക്ഷെ കിടില ഒരു ഫൈറ്റ് ആയിരുന്നു RZ7 അവരുമായിട്ടുള്ള. നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. അവർക്ക് 2 കാഷ്വാലിറ്റി അവിടെ വീണ് പോയി ലാസ്റ്റ് മിനിറ്റിൽ. അതിന്റെ റിവൈവലിന്റെ ഇടയ്ക്കാണ് TV അങ്ങോട്ട് വന്നത്. ആ ഒരു ടൈം മാനേജ്മെന്റ് ആണ് അവർക്ക് അവിടെ പാളിപ്പോയത്. പക്ഷെ നല്ലൊരു ട്രൈ ആയിരുന്നു RZ7ന്റെ സൈഡിൽ നിന്ന്. നല്ലൊരു മാച്ച്. എല്ലാ ടീമുകളും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത സോൺ വന്നിട്ടുണ്ട്. നമുക്ക് സോൺ ഒന്ന് നോക്കാം. അടുത്തൊരു സോണിലേക്ക് നോക്കി കഴിഞ്ഞാൽ TVA മാത്രമാണ് സോണിനകത്ത് കറന്റ് ഉള്ളത്. ബാക്കി എല്ലാ ടീമുകളും സോണിലേക്ക് വരുന്നുള്ളൂ. TVA നോക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. TVA അവിടെ ഓൾറെഡി അവർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പൊസിഷൻ. ബാക്കി എല്ലാ ടീമിനും റൊട്ടേറ്റ് ചെയ്ത് സോണിനകത്തോട്ട് വരണം. നമുക്ക് നോക്കാം എന്താവുമെന്ന്. നോക്കുകയാണെങ്കിൽ TV തലവെട്ടു അധോലോകം എന്ന ഈ ഒരു ലൈനപ്പ് ഇവരാണെങ്കിൽ വന്നു കില്ലെടുക്കുന്നു പോകുന്നു. നല്ലൊരു ഡോമിനേഷൻ ആണ് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ TVA നമ്മുടെ ഈ മെയിൻ ലൈനപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു TVA വേഴ്സസ് KVA കാണാനുള്ള ചാൻസ് 9v10, ഒരു 9v10 ഫൈറ്റ് കാണാനുള്ള എല്ലാ ചാൻസസും നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. കാർലോ നയിക്കുന്ന KVAയും നീലകണ്ഠ നയിക്കുന്ന തലവെട്ടും അധോലോകം തമ്മിലുള്ള ബാറ്റിൽ ഒരു 9 vs 10 കാണാൻ പോകുന്നു തോന്നുന്നു. ഫൈറ്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം ഒരു ടൂർണമെന്റിലാണ് TVA vs KVA ഫൈറ്റ് വരുന്നത്. അതെ, നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്. എന്ത് ഔട്ട്കം ആണെങ്കിലും ഒരു നല്ലൊരു ഫൈറ്റ് തന്നെ നമ്മൾ കാണും ഇവിടെ. ഇതുവരെ കണ്ടില്ലെന്നല്ല, ഇത് ഇനി നമ്മളൊരു കാണാൻ പോകുന്നത് കുറെ നാൾക്ക് ശേഷം കാണുന്ന ഒരു ഫൈറ്റ് ആണ്. പണ്ടൊക്കെ എപ്പോഴും കണ്ടോണ്ടിരുന്ന ഒരു ഫൈറ്റ് ആണ് K vs TV എങ്കിൽ ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാതില്ല. ഈ ടൂർണമെന്റിൽ നമ്മളിപ്പോ കാണാൻ പോവുകയാണ്. സോ അതിന്റെ എക്സൈറ്റഡ് ആണ് നമ്മളും. ലെറ്റ്സ് ഗോ. സോ KVയുടെ വൺ ഓഫ് ദ ലൈനപ്പ് ആണ് SSB ശരവണവൻ ബോയ്സ് വേഴ്സസ് തലവെട്ടും അധോലോകം. നമുക്ക് നോക്കാം. പഴയ കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് എന്തായാലും പുറകിലോട്ട് ആലോചിക്കാൻ എന്തായാലും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. KVA vs TV എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് ജെട്ടിയിട്ടിരുന്ന ദിവസങ്ങളായിരുന്നു എനിക്ക്. അതിലേക്കൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഈ ഒരു ടൂർണമെന്റ് ഫൈറ്റിലേക്ക് പോവാം. ഹിയർ വി ഗോ. TVA vs KVA. സ്റ്റിൽ 6 ടീമുകൾ നമുക്ക് ബാക്കിയുണ്ട്. BBQ versus maybe BB. That's a ഓക്കെ, BBQ versus BB നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. സോ BBQ BB അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. BBയിൽ മാൻ കൗണ്ട് കുറവാണെന്ന് തോന്നുന്നു. BBയിൽ 4 പേര് മാത്രം. അവര് 4 പ്ലേയേഴ്സ് അല്ല, 6 പേരുണ്ട്. അവര് കറന്റ് 6 പ്ലേയേഴ്സ് ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് DNA versus KVA. DNA versus KVA. DNA versus KVA. KVA എവിടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്കു ഒന്ന് സ്പെക്ക് മാറ്റോ. പോകുന്നുണ്ട്. അവിടെ ശരവണഭവൻ ബോയ്സ് വേഴ്സസ് DNA ആവാനുള്ള എല്ലാ ചാൻസും ഒക്കെ കയറി വന്നു. അവർ ഫൈറ്റ് എടുത്തു. ഈ ഒരു സമയത്ത് TVA തേർഡ് പാർട്ടി അടിക്കാൻ പുറകിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. TVA പിറകിലെത്തി. DNA വേഴ്സസ് KVA. അവിടെ SBB അഡ്നൻ കാർലോ അവിടെ നോക്കിടുന്നു. രണ്ട് നോക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ KVയുടെ സൈഡിൽ നിന്ന് 2 നോക്ക് ഇട്ടിട്ടുണ്ട്. അവർ ചെറുതായിട്ടൊന്ന് ബാക്ക് ഓഫ് ചെയ്ത് റിവൈവ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. തൊട്ട് ബാക്കിൽ TVA എത്തി. TVA vs KVA ആവോ? നമുക്ക് നോക്കാം. KVA തൊട്ട് മേളത്തെത്തി. KVA vs TVA. ഡോർക്കി അവിടെ ഫസ്റ്റ് നോക്കിടുന്നു. ഡോർക്കി ഒരു നോക്ക്. BB ഭരതനാണ്. BBക്ക് ടെക്സ്റ്റ്. വില്ലുമോൻ അടുത്തൊരു നോക്കിടുന്നു. വില്ലുമോൻ അടുത്തൊരു നോക്കിടുന്നു. വില്ലുമോൻ 2 നോക്കിട്ടിരിക്കുന്നു.
വില്ലുമോ 2 നോക്ക്. വില്ലു പ്രോസർ അടുത്ത് നോക്ക്. നീലകണ്ഠൻ അടുത്ത് നോക്ക്. നീല അടുത്ത് നോക്ക്. ആൻഡ് ഇവിടെ DNA കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഇറ്റാച്ചി അടുത്തൊരു നോക്കിടുന്നു. സ്റ്റീവ് അസ്രേൽ അവിടെ നോക്കിടുന്നു. നീലകണ്ഠൻ അവിടെ നോക്കിടുന്നു. അവിടെ വൈപ്പായിരിക്കുന്നു. TV ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ KV അവിടെ അടിച്ച് ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു TVയെ. ആൻഡ് കറക്റ്റ് സമയത്ത് അവർ ബാക്കപ്പ് ആയിട്ടുണ്ട്. TVയുടെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള കറക്റ്റ് ടൈംലി കോൾ വിളിച്ചുള്ള കളി എന്ന് തന്നെ പറയേണ്ടി വരും. കറക്റ്റ് സമയത്ത് അവർ റിഡ്ജിൽ പോയി ഹീൽ എടുത്തു ബാക്കപ്പ് ആയി അവിടെ KVയെ എലിമിനേറ്റ് ചെയ്തതിനു ശേഷം TVA വേഴ്സസ് DNA. TVA വേഴ്സസ് DNA 4 ടീമുകൾ മാത്രം ബാക്കി. TVA വേഴ്സസ് DNA നോക്കുവാണെങ്കിൽ DNA വേഴ്സസ് KV നടക്കുന്ന സമയത്ത് തന്നെ ഫൈറ്റ് എടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ DNA ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങുന്നു. ആ ടൈം തന്നെ TV ഒന്ന് കയറി KV ഫൈറ്റ് എടുക്കുമ്പോൾ തന്നെ DNA വീണ്ടും ഒരു തേർഡ് പാർട്ടി എടുക്കാൻ വേണ്ടി വീണ്ടും വരുന്നു. പക്ഷെ ആ ഒരു KV ഫുൾ ഡൗൺ ആയ സമയത്ത് തന്നെ ആ പെർഫെക്റ്റ് ടൈമിൽ തന്നെ TV എന്തായാലും ഹെൽത്തും എല്ലാം കുറവാണ്. സോ നമുക്ക് ബാക്ക് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു ഏരിയ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാന്നുള്ള നല്ലൊരു കോൾ ഔട്ട് വന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇതൊരു TVക്ക് പ്രശ്നമായേനെ. കറന്റ്ലി കില്ല് നോക്കുവാണെങ്കിൽ 29 കില്ലായിട്ട് തലയെ വെട്ടും അധോലോകമാണ് ടോപ്പ് ഓഫ് ദ ലോബി എന്ന് പറയുന്നത്. 29 ഫ്രാഗ് ആയിട്ട് തലയെ വെട്ടും അധോലോകം ടോപ്പിൽ നിൽക്കുന്നു. അതിന്റെ തൊട്ട് താഴെ ഇനി BVQ മാത്രമാണ് TVക്ക് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എലൈവ് ആയിട്ടുള്ളത്. RSL7 ആയിരുന്നു. RSL7 ഓൾറെഡി വൈപ്പ് ആയതുകൊണ്ട് 16 കില്ലോട് കൂടി RSL7 വൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് കറന്റ്ലി TV ആണ് 29 ഫ്രാഗോട് കൂടി ടോപ്പ് ഓഫ് ദ ഇത്. അപ്പോൾ TV കറക്റ്റ് സമയത്ത് ബാക്ക് ഓഫ് ദ സോണിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് സോണിൽ കയറി കളിക്കുക. BBQ BBനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ BBQയോടെ BVനെ വൈപ്പ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി 4 ടീമുകൾ മാത്രം ബാക്കി. ആൻഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ടീമുകൾ. അതിൽ TVA സോണിനകത്തോട്ട് പോകുന്നു. ബാക്കി 3 ടീമും അതിൽ ഒരു ടീമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ബ്ലഡ് ലൈനിൽ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. ഇനി 3 ടീമിൽ DNA വേഴ്സസ് BVQ വേഴ്സസ് TVA വേഴ്സസ് ബ്ലഡ് ലൈൻ ആയിരിക്കും ദ ഫൈനൽ സർക്കിൾ. 9 പേരെ വെച്ചിട്ടാണ് TVA കളിക്കുന്നത്. ആൻഡ് ബാക്കി DNAയിൽ എല്ലാ പ്ലേയേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു റിവൈവ് ആയി തിരിച്ചു വരുവാണെന്ന് തോന്നുന്നു. ആൻഡ് എന്തായാലും നോക്കാം. സോണിലേക്ക് TVA എൻട്രി എടുത്തിട്ടുണ്ട്. ബ്ലഡ് ലൈൻ ഓൾറെഡി ഇൻസൈഡ് ദ സോൺ ആണ്. നമുക്ക് നോക്കാം. നോക്കുകയാണെങ്കിൽ നമ്മുടെ സോണിന്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനെ ഓടിയിട്ട് ടാഗ് കൊടുക്കാനാണ് നോക്കുന്നത്. DNA എന്തായാലും ഓപ്പൺ ആയിട്ട് ഓടിയാൻ പോകുന്നത്. പക്ഷെ ടാഗ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഈ ഒരു ഏരിയയിലോട്ട് ബുള്ളറ്റ് എത്തില്ലെന്നാണ് എൻ്റെ തോന്നുന്നത്. സോ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് വരുത്താതിരിക്കാൻ വേണ്ടി തന്നെ TVയെ നല്ലപോലെ ടാഗ് കൊടുക്കാൻ ട്രൈ ചെയ്തോട്ട്. സോ DNA എന്തായാലും റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ് സോൺ ഇന്നോട്ട്. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് സോൺ ഇന്ന് ഇപ്പൊ ഇനി ഒരു 4 ടീമാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ 26 പ്ലേയേഴ്സ് എലൈവ് ആയിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് എന്ത് നടക്കും നോക്കാം. നമുക്ക് BL എത്ര പ്ലേയേഴ്സ്? BL ഒരു പ്ലെയറേ ഉള്ളൂ. ആ ഒറ്റ പ്ലെയർ ഉള്ളൂ. ആ BL പ്ലെയർ പൊസിഷൻ പോയിന്റിന് വേണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. BL ആ പ്ലെയർ നമുക്ക് നോക്കി നോക്കാം. 4 ടീമുകളും 26 പേരും എലൈവ്. ദയവ് ചെയ്ത് ചാറ്റില് ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഇന്നത്തെ ദിവസം ഓരോ ടീമുകൾ വൈപ്പാക്കുന്ന ടീമിന്റെ ഫേക്ക് ഫാൻസുകൾ ഒരുപാട് ചാറ്റിൽ വരാൻ ഉള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ KV വൈപ്പാവുമ്പോൾ TVയുടെ ഫാൻ എന്നുള്ള രീതിയിൽ KV കളിയാക്കുന്നവരുണ്ടാവാം. RSL7 വൈപ്പാവുമ്പോൾ RSL7ന്റെ അല്ലെങ്കിൽ TVയുടെ ഫാൻ എന്നുള്ള രീതിയിൽ അവരെ കളിയാക്കുന്നവരുണ്ടാവാം. ഒരുപാട് ഫേക്ക് ഫാൻസുകൾ ജനറേറ്റ് അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്നൊരു ദിവസമാണ്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ ചാറ്റിലുള്ള അടി ഒഴിവാക്കാം. അപ്പം ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യുമോ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിടിഞ്ഞ് അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഹിയർ വി ഗോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സർക്കിളിലേക്ക് നമ്മൾ ഇതാ പോകുന്നു. TVA ഓൾറെഡി സോണിൽ എൻ്റർ ചെയ്യുന്നു. TVയുടെ തൊട്ട് പുറകിൽ BVQ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ DNA ഓൾറെഡി ട്രൈങ് ടു ഗെറ്റ് ഇൻ സൈഡ് ദ സോൺ. DNA ഒരു ഹാർഡ് റൊട്ടേഷൻ ആണെന്ന് തോന്നുന്നു എടുത്ത്. അതെ റൈറ്റില് പക്കു റൈറ്റില് ദാ മല കയറുന്നു. ബാക്കിൽ ദാ റൈറ്റില് ദാ നോക്കിക്കഴിഞ്ഞാൽ DNA ഇവിടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹയർ ആംഗിൾ പിടിക്കാനുള്ള ശ്രമം DNAയുടെ സൈഡിൽ നിന്ന്. സോ നോക്കുവാണെങ്കിൽ ഇന്നലെ നമ്മളൊരു മലയിലുള്ള ഒരു സോൺ ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. സോ അത്രയ്ക്കൊരു ഇതാണ് ഇല്ലെങ്കിലും
മിക്കവാറും ഒരു മൗണ്ടനിലുള്ള ഫൈറ്റും ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്, നമുക്ക് കണ്ടറിയാം. എന്തായാലും BVQ റൈറ്റ് പിടിച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്താണ് നമ്മുടെ സോളോട്ട് കയറുന്നത്. നമ്മുടെ DNA പോയ അതേ രീതിയിലാണ് നമ്മുടെ BVQ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ BL ഒറ്റ ഒരു പയ്യനാണ് ഇത്രയും നിന്ന് അവർക്ക് പൊസിഷൻ പോയിന്റ് എടുത്തു കൊടുക്കുന്നത്. പക്ഷെ കറന്റ് DNA പൊസിഷൻ കണ്ടോ ഗോകു, നല്ലൊരു പൊസിഷനിലാണ് DNA പോയിരിക്കുന്നത്. നല്ലൊരു ഹയർ ആംഗിൾ അവർ റൈറ്റ് സൈഡിൽ കൂടെ റൊട്ടേറ്റ് ചെയ്ത് അവർ നല്ലൊരു ഹയർ ആംഗിൾ എടുത്തിട്ടുണ്ട്. സോൺ ഷിഫ്റ്റ് ഈ ഒരു സൈഡിലോട്ട് വന്നാൽ ഒബ്വിയസ്ലി DNAക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സൈഡായിരിക്കും. എന്തുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുവാണ്. ഓക്കെ, BVQ DNA റൊട്ടേറ്റ് ചെയ്ത് സെയിം പാത്തിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. BVQയും റൊട്ടേറ്റ് ചെയ്ത് സെയിം പാത്തിൽ കൂടെ റൊട്ടേറ്റ് ചെയ്ത് DNA എടുത്തോട്ട് പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു അവർക്ക്. നമുക്ക് നോക്കാം എന്തായാലും. അടുത്തൊരു സോൺ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുവാണ് എങ്ങോട്ടാണ് സോൺ പോകുന്നത്. ഓക്കെ, സോൺ റൊട്ടേറ്റ് ആയിട്ടുണ്ട്. സ്റ്റിൽ മൗണ്ടനിലാണ് DNAക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സോണായി മാറാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. സോ DNA കുറച്ച് പെട്ടെന്ന് തന്നെ ആ സോണിലേക്ക് കയറാനുള്ള ട്രൈ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം DNAക്ക് ആയിരിക്കുമോ. TVA നല്ല ടാഗ് കൊടുക്കാൻ നോക്കുന്നു, BVQന് ടാഗ് കൊടുക്കാൻ നോക്കുന്നു. 1 മിനിറ്റ് 24 സെക്കൻഡിലും സോൺ ഹോൾഡ് തീരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. നോക്കുവാണെങ്കിൽ BVQനെ അടിച്ചടിച്ച് BVQ കയറി ചെല്ലുന്ന DNA അടുത്തോട്ടാണ്. DNAയും BVQ ഒരു ഫൈറ്റ് കൊടുക്കുകയാണെങ്കിൽ TVക്ക് ആ ഒരു ടൈമിൽ തന്നെ കയറി ഒരു തേർഡ് പാർട്ടി വീണ്ടും ഒരു ട്രൈ ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. DNA ഓൾറെഡി BVQനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. DNAക്ക് സോ ആ ഒരു ഫൈറ്റ് അവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടുണ്ട്. ഒരുപാട് കാഷ്വാലിറ്റീസ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർ TVയെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മറ്റ് ഗ്യാങ്ങുകളോട് നോക്കി നിൽപ്പുണ്ട്. ഈ സെയിം സമയത്ത് നമ്മുടെ ബ്ലഡ് ലൈനിലെ ഒരു സിംഗിൾ പ്ലെയറിന്റെ മൂവ്മെന്റ് എന്താണെന്ന് ഇതുവരെ നമ്മൾ കണ്ടില്ല. ബ്ലഡ് ലൈനിൽ ഒരു പ്ലെയർ മാത്രം ബാക്കിയുണ്ട്. അവൻ ഇപ്പോഴും സോൺ ഔട്ട് ആണോ നിൽക്കുന്നത്? ഇപ്പോഴും സോൺ ഔട്ട് അല്ല. BL ഫാൽക്കൺ, ബ്ലഡ് ലൈനിലെ ഫാൽക്കൺ നല്ലൊരു പൊസിഷൻ പോയിന്റ് എടുത്തു കൊടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്കായി കഴിഞ്ഞാലും ടീമിനെ 4ാം സ്ഥാനത്ത് വരെ ടോപ്പ് 4 എത്തിക്കാൻ ഫാൽക്കൺ അവിടെ സാധിച്ചു. നമുക്ക് എന്തായാലും നോക്കാം. നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്തൊരു സോൺ കൂടെ വരുന്ന സമയത്തായിരിക്കും ഇനി ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാ ടീമിനും അവരെ ഒപ്പോണൻസിന്റെ പൊസിഷൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇനി അടുത്തൊരു സോൺ ആയിരിക്കും മിക്കവാറും പലർക്കും പണി ഉണ്ടാക്കാനുള്ള ചാൻസ്. ഈ ഒരു മൗണ്ടനിലോട്ട് വന്നില്ലെങ്കിൽ DNAക്ക് ഒരു ഇത് പണിയാവാൻ ചാൻസ് ഉണ്ട്. അത് മൗണ്ടനിലോട്ട് വന്ന DNAക്ക് ഒരു അഡ്വാൻറ്റേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഫൈറ്റ് നടക്കാൻ പോകുന്നത്. ഒരു മൊളട്ടോ, സ്വന്തമായിട്ടൊരു മൊളട്ടോ വിട്ട് തീ ചവിട്ടിക്കെടുത്താനുള്ള ശ്രമം. സ്റ്റീവിന് നല്ല ടാഗ് വരുന്നുണ്ട്. സ്റ്റീവ് നോക്കുകയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് കയറി നിൽക്കുവാണ്. മേ ബി ഒരു ഫൈറ്റ് എങ്ങനെ നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ മേ ബി വന്ന് ഒരു ബാക്ക് സ്റ്റാപ്പ് അടിക്കാനുള്ള ഒരു പരിപാടിയായിരിക്കും നോക്കിയിരിക്കുന്നത് സ്റ്റീവ്. എന്തായാലും സ്റ്റീവ് മാത്രമായിട്ട് കുറച്ച് മുന്നോട്ട് കയറിയിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും അടുത്തൊരു സോൺ വരുന്നവരെ നമുക്കൊരു ഫൈറ്റ് എന്തായാലും ആകാൻ ചാൻസ് ഇല്ല. ഒരു 32 സെക്കൻഡിൽ തന്നെ സോണ് ക്ലോസ് ആവുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു സോണ് എങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. നിങ്ങൾ എന്ത് പറയുന്നു? മൗണ്ടനിലോട്ട് സോൺ വരുമോ അതോ താഴെ സൈഡിലോട്ട് സോൺ വരുമോ? സോൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ലാസ്റ്റ് ഫൈനൽ 4 ടീംസ് ഇല്ല സോൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പറഞ്ഞു. ഇപ്പൊ കറന്റ് ഉള്ളത് മാപ്പ് കാണിച്ചാ. ഇനി സോൺ ഇല്ലാട്ടാ, ഡയറക്റ്റ് ഷ്രിങ്ക് ആയി പോവുള്ളൂ മൊത്തം. ആണോ? ഐ തിങ്ക് സോ അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് 6 P6 ഉണ്ടാ. അടുത്തൊരു സോൺ DNAക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സോൺ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ TVയുടെ പ്ലേയേഴ്സും അവിടെ ടിപ്പിൽ വന്നിട്ടുണ്ട്. BVQന്റെ പ്ലേയേഴ്സ് അവിടെ നിന്ന് സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ശ്രമം. നോക്കുവാണെങ്കിൽ DNAക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഏരിയ. DNA അത് നല്ല പോലെ യൂസ് ചെയ്തില്ല. ഓക്കെ, TV ആയിട്ടൊരു ഫൈറ്റ് നടക്കാൻ പോകുന്നു. TV വേഴ്സസ് DNA ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നു. BVQ ഈ ഒരു സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യില്ല. നമുക്ക് നോക്കാം. TV വേഴ്സസ് DNAയുടെ പ്ലേയേഴ്സിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. അവർ ഫ്രണ്ടിലോട്ട് സ്നൈപ്പ് അവിടെ സ്പെക്കിലല്ലേ സ്നൈപ്പിന്. ഓക്കെ, DNAയുടെ പ്ലേയേഴ്സ് തിരിച്ചു പോകണോ കയറി വരണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നു. അങ്ങോട്ട് ഇവിടെ മോളക്ടോസ് വരുന്നു. ആൻഡ് ഈ ഒരു സെയിം സമയത്ത് BVQ ഹയർ ആംഗിൾ ഹോൾഡ് ചെയ്യാനുള്ള ശ്രമം. ഹയർ ആംഗിളിലോട്ട് BVQ റഷ് ചെയ്ത് വരുന്നു. TV versus DNA versus BVQ versus Bloodline. And Bloodline പ്ലെയർ ഇപ്പോഴും ഓപ്പണിൽ കൂടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. BVQന്റെ പ്ലേയേഴ്സ് ടോപ്പിലെത്തി. ഒരു DNA versus BVQ നടക്കാനുള്ള സാധ്യത. DNAയുടെ 3 പ്ലേയേഴ്സും ടോപ്പിൽ തന്നെയാണ്. നമുക്ക് നോക്കാം. BVQ versus DNA അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കമ്മിറ്റായി. BVQ അവിടെ DNA ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. BVQന്റെ ഡോർക്കി അവിടെ DNA അലക്സാണ്ടറെ നോക്കാക്കി ഫിനിഷ് ചെയ്ത് കളയുന്നു. ഡോർക്കി ഒരിക്കലും ഇവിടെ BVQ സിൽവർ അവിടെ DNA നോക്കാക്കുന്നു.
ടി വി താഴ്ന്ന് മുന്നോട്ട് പുഷ് ചെയ്ത് കയറി വന്നിട്ടുണ്ട്. BBQന്റെ അടുത്തോട്ടാണ് ടി വി കയറി വരുന്നത്. നോക്കണേ DNL മെമ്പേഴ്സ് ഇനി ബാക്കി ഇടപെടും. ടി വി ആയിട്ട് ഫൈറ്റ് ഇടുന്നുണ്ട്. BBQ റെസ്റ്റോറന്റ് ഇരിക്കില്ല. സ്റ്റീവ് ഒരു പിക്ക് എടുക്കുന്നു. നോക്കുകയാണെങ്കിൽ സ്റ്റീവ് ഡെസ്ട്രോയിനാണ് കൊന്നത്. ഡെസ്ട്രോ അവിടെ നോക്കുന്നു. പക്ഷേ സ്റ്റീവിനെ ഇറ്റാച്ചി അവിടെ BBQ റോളക്സിനെ നോക്കുന്നു. ഇറ്റാച്ചി TV വേഴ്സസ് BBQ ഫൈനൽ സർക്കിൾ. ഇറ്റാച്ചി അടുത്തൊരു നോക്ക് എടുക്കുന്നു. 2 നോക്ക് എടുത്തു ഇറ്റാച്ചി. ക്രൂഷ്യൽ 2 നോക്കുകൾ ഇറ്റാച്ചി അവിടെ എടുക്കുന്നു. നമുക്ക് നോക്കാം. BBQനെ അവിടെ വൈപ്പാക്കുന്നു. ഇല്ല, 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി BBQന് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഒരാൾ കൂടെ നീലവിടെ പിടിച്ചെടുക്കുന്നു. ഇറ്റാച്ചി അവിടെ പിടിച്ചെടുക്കുന്നു. BBQന്റെ 1 പ്ലെയർ മാത്രം ബാക്കി. ലാസ്റ്റ് ഒരുത്തൻ മാത്രം ബാക്കി. BL ഫാൽക്കനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫാൽക്കൺ സോൺ ഔട്ട് ചാവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ കില്ല് ഞാൻ നിനക്കൊന്ന് തരണ്ടാ, നീക്ക് ഇത്ര കില്ല് എടുത്ത പോലെ പറഞ്ഞുകൊണ്ട് ഇല്ല. ഫാൽക്കൺ വന്നു. Song. 47 points. TVA with 37 frag. തലയിൽ വെട്ടും അധോലോകം വിത്ത് 37 ഫ്രാഗോട് കൂടി ആദ്യത്തെ ഈ ഒരു മാച്ച് 37 കില്ലോട് കൂടി അവർ ലോബി ഡോമിനേറ്റ് ചെയ്ത് #1 അടിച്ചിരിക്കുന്നു. F10 ആയിരുന്നല്ലേ? F10. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ ഫൈനൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ തലയിൽ വെട്ടും അധോലോകം വിത്ത് 37 ഫ്രാഗ് ആൻഡ് 47 പോയിന്റ് സെക്യൂർ ചെയ്ത് തലയിൽ വെട്ടും അധോലോകം. തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ #3 ആണ്. പക്ഷെ 14 കില്ലോട് കൂടി 19 പോയിന്റ് കരസ്ഥമാക്കി BBQ. അതുപോലെ 6Z7 ആണ്. #7 ആണ്. പക്ഷെ 16 കിൽ പോയിന്റോടുകൂടി 17 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. അൺനോൺ നോക്കുകയാണെങ്കിൽ #9 ആണ്. 9 കില്ലോട് കൂടി 9 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ബ്ലഡ് ലൈൻ ഒരാൾ നിന്ന് #2 പിടിച്ചു കൊടുത്തു. 1 കില്ലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. DNA നോക്കുകയാണെങ്കിൽ #4 ആണ്. 2 കില്ലോട് കൂടി 6 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ബക്ക 5 #5 ആണ്. 5ാമത്തെ 1 കില്ലോട് കൂടി 4 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ശരവണ ഭവൻ ബോയ്സ് നോക്കുകയാണെങ്കിൽ #6 ആണ്. 1 കില്ലോട് കൂടി 3 പോയിന്റ്സ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇറ്റാലിയ #10 ആണ്. 3 കില്ലോട് കൂടി 3 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് കാസർഗോഡ്സ് 8 ആണ്. 1 കില്ലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ഇതാണ് കറന്റ്ലി ഉള്ള മാച്ച് 1 കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട്.